ഇപ്പോൾ വിളിച്ചിരിക്കുന്ന BSF ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റ്, അതായത് റേഡിയോ ഓപ്പറേറ്ററും റേഡിയോ മെക്കാനിക്, രണ്ട് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റാണ് BSFലേക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതിന് വേണ്ട യോഗ്യത 12th പാസ്സാണ്. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എന്ന സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ള 12th പാസ്സാണ്, അല്ലെങ്കിൽ ITI ഉണ്ടായിരിക്കണം. ഇവരുടെ ടെസ്റ്റിൻ്റെ സിലബസും മറ്റ് ഡീറ്റെയിൽസുമാണ് ഞാനിപ്പോൾ പറയുന്നത്. ബാക്കി എൻ്റെ ക്വാളിഫിക്കേഷൻ നേരത്തെ ഷോർട്സിൽ പറഞ്ഞു. നടക്കുന്ന പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, അതായത് CBT എക്സാമാണ് നടക്കുന്നത്. ആകെ 100 ചോദ്യങ്ങളുണ്ടാകും, 200 മാർക്കായിരിക്കും. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയ്ക്ക് 1/4 മാർക്ക് നെഗറ്റീവാണ്. ഒരു തെറ്റുത്തരത്തിന് 1/4 മാർക്ക് വെച്ചിട്ട് മാർക്ക് കുറയ്ക്കുന്നതായിരിക്കും. ഇതിൽ ആകെ വരുന്ന ചോദ്യങ്ങളിൽ 40 ചോദ്യം ഫിസിക്സ്, 20 ചോദ്യം മാത്സ്, 20 ചോദ്യം കെമിസ്ട്രി, 20 ചോദ്യം ഇംഗ്ലീഷ്. ഇങ്ങനെ 40, 20, 60, 20, 80, 100 ചോദ്യങ്ങളാണ് 200 മാർക്കിന് ഇതിൽ ചോദിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് ഫിസിക്സ്. ഫിസിക്സിൽ നമ്മൾ കവർ ചെയ്യേണ്ട പോർഷൻസ്, ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ക്വാണ്ടം തിയറിയും അതിൻ്റെ ആപ്ലിക്കേഷൻസും, ഇലക്ട്രോണിക്സ്, പിന്നെ മോളിക്കുലർ ഫിസിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, തെർമോഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ക്ലാസിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്, റിലേറ്റിവിറ്റി ആൻഡ് എക്സ്പെരിമെൻ്റൽ ഫിസിക്സ്. ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് ഇതിന് ചോദ്യം വരുന്നത്. ഇത്രയും ടോപ്പിക്കുകൾ +2 ലെവലിലുള്ളത് പ്രിപ്പയർ ചെയ്യണം. അതിന് ഏറ്റവും ബെസ്റ്റ് CBSEയുടെ 12th പുസ്തകമാണ്. ഇനി മാത്സിലേക്ക് വരികയാണെങ്കിൽ +2 ലെവൽ മാത്സാണ് ഇതിന് വരുന്നത്. അതിൽ ട്രിഗണോമെട്രി ഉണ്ടാവും, കാർട്ടീഷ്യൻ സിസ്റ്റം ഉണ്ടാവും, അതായത് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ്, പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സീക്വൻസ്, സീരീസ്, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, ഡിഫറൻഷിയേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും, മെട്രിക്സ്, ഡിറ്റർമിനൻറ്റ്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, വെക്റ്റേഴ്സ്, 3D ജോമെട്രി, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ. ഇത്രയും പോർഷൻസിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. ആകെ 20 ചോദ്യങ്ങളാണ് ഈ ടോട്ടൽ പോർഷൻസിൽ നിന്ന്. നമ്മൾ കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ തെർമോഡൈനാമിക്സ് ഉണ്ടാകും, പിന്നെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺസും ആൽക്കഹോൾസും ആൽഡിഹൈഡ്സും കീറ്റോൺസും ഫീനോൾസും ഒക്കെ പഠിക്കണം. ബയോമോളിക്യൂൾസ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, ജനറൽ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, പീരിയോഡിസിറ്റി, റിഡോക്സ് റിയാക്ഷൻ, കെമിക്കൽ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അതുപോലെ തന്നെ സൊല്യൂഷൻസ്, ഐസൊലേഷൻസ് ഓഫ് എലമെൻറ്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, പിന്നെ SPDF ബ്ലോക്ക് എലമെൻറ്റ്സ്, എൻവയൺമെൻറ്റൽ കെമിസ്ട്രി. ഇത്രയും പോർഷൻസ് കെമിസ്ട്രിയിൽ നോക്കണം. ഇതിൽ നിന്നും 20 ചോദ്യം വരും. ഏറ്റവും കൂടുതൽ ചോദ്യം ഫിസിക്സാണ്, 40 ചോദ്യങ്ങൾ. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസസ്, പിന്നെ സെൻറ്റൻസ് കംപ്ലീഷൻ, എറർ സ്പോട്ടിംഗ് ആൻഡ് കറക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസ്, ഇഡിയംസ്, ഫ്രൈസസ്, സൈനോണിയംസ്, സിന്റോണിയംസ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, പാസേജ് റൈറ്റിംഗ്, അതുപോലെ പാര കംപ്ലീഷൻ, സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ഇംഗ്ലീഷിൽ നിന്ന് ഇതിന്. ജനറൽ നോളജിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും പ്രിപ്പയർ ചെയ്യുന്നത് കറണ്ട് അഫേഴ്സാണ്. അത് കൂടുതലും ഡിഫൻസ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ്, അതുപോലെ ജിയോ പൊളിറ്റിക്കൽ റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ്, ഇത് നോക്കി വയ്ക്കണം. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, നാഷണൽ മൂവ്മെൻറ്റ്സ്, ടൈപ്സ് ഓഫ് ആനിമൽസ്, ബേർഡ്സ്, ഫ്ലവേഴ്സ്, റിവേഴ്സ്, മൗണ്ടൻസ്, ക്യാപിറ്റൽസ്, കറൻസീസ്, മോണമെൻറ്റ്സ്, ആർട്സ് ആൻഡ് കൾച്ചർ, പിന്നെ സ്പോർട്സ്, അബ്രിവിയേഷൻസ് നോക്കണം, ഡിസ്കവറീസ്, പ്രധാനപ്പെട്ട നോട്ടബിൾ പേഴ്സണാലിറ്റീസ്, ഓരോ രാജ്യങ്ങളുടെ ഫ്ലാഗുകളെക്കുറിച്ച്, ഹെറിറ്റേജിനെക്കുറിച്ച്, അതുപോലെ നാഷണൽ ഫാക്ട്സ്, ദേശീയത്തിൻ്റെ വസ്തുതകൾ, ഇങ്ങനെയുള്ള പോർഷൻസും ജനറൽ നോളജിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം. ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യ റിട്ടേൺ എക്സാമാണ് CBT ബേസ്ഡ് ആയിരിക്കും.
പിന്നെ അടുത്തതായിട്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡൊക്കെ അവർ അളന്നു നോക്കും. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം. പിന്നെ ഈ റേഡിയോ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് ഡിക്റ്റേഷനും ഒരു പാരഗ്രാഫ് റീഡിങ്ങും ഉള്ള സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ടാവും, അവർക്ക് വേണ്ടി മാത്രം. അതിനുശേഷം പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റുകളെല്ലാം തീരും. പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള സെലക്ഷനായിരിക്കും. ഇതിൽ PET എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. അത് ആൺകുട്ടികളാണെങ്കിൽ 1.6 കിലോമീറ്റേഴ്സ് 6.5 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. 11 അടി ലോങ് ജമ്പ് ഉണ്ടാവും, ഹൈ ജമ്പ് 3.5 അടി. ഫീമെയിലാണെങ്കിൽ 800 മീറ്റർ ദൂരം 4 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം, 9 അടി ലോങ് ജമ്പ് ചാടണം, 3 അടി ഹൈ ജമ്പ് ചാടണം. ഇതാണ് PET ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടെസ്റ്റ്. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 23 ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് ആൺകുട്ടികളാണെങ്കിൽ മിനിമം 168 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാകണം, പെൺകുട്ടികൾക്കാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായാൽ മതി. ഇതിൻ്റെ ഏജ് ബാർ 18-25. OBCക്കും SC/STക്കും എല്ലാം റിലാക്സേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സൈറ്റ് https://rectt.bsf.gov.in എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇതിനുള്ള പ്രിപ്പറേഷൻ നടത്തുമ്പോൾ +1 +2 പുസ്തകങ്ങളാണ് കൂടുതൽ ആശ്രയിക്കേണ്ടത്. NCERT പുസ്തകങ്ങൾ ആണ് ഏറ്റവും നല്ലത്. അത് വെച്ച് പ്രിപ്പയർ ചെയ്യുക.